CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷണൽ ഓഫീസർ അറസ്റ്റിൽ. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായിട്ടാണ് കൈക്കൂലി വാങ്ങിയത്. വെള്ളിനേഴിയുടെ കഥകളി പാരമ്പര്യം വിളിച്ചോതുന്ന താടിയരങ്ങിന് ഡിസംബർ 24-ന് തിരിതെളിയും. സാഹിത്യകാരൻ KC നാരായണൻ താടിയരങ്ങിന്റെ സോവനീർ പ്രകാശനം ചെയ്യുന്നതോടെ പരിപാടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷം. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലും വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ 2023-24 ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കോളേജ് യൂണിയൻ വളരെ ആകർഷകമായി, വളരെ മികച്ച നിലയിൽ 2-3 ദിവസത്തെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്താണ് ഇന്നിവിടെ ഇത്തരത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റേജും പന്തലും ഒക്കെ ഇട്ട് കോളേജ് യൂണിയന്റെ ഉദ്ഘാടന മഹാമഹം നടത്തുന്നത്. പ്രമുഖ സിനിമാ താരമായ അപർണ ദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാക്സിമം എൻജോയ് ചെയ്യാം. ഈ യൂണിയൻ, പുതിയ യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല സുന്ദരി ചെയർമാനാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ചെയർമാൻ പറയുന്നത് നിങ്ങളൊക്കെ അനുസരിച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ വിളിക്കും എന്ന പ്രതീക്ഷയോടെ താങ്ക് യു. ഐഡിയൽ മാനേജർ അബ്ദുൽ മജീദ് മണ്ണിശ്ശേരി വിശിഷ്ടാതിഥിയായി. കോളേജ് യൂണിയൻ ചെയർമാൻ റിസ്വാന ഷെറിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ K ആമുഖ പ്രഭാഷണം നടത്തി. അക്കാഡമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ വിവിധ മേഖലകളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. MA ഇംഗ്ലീഷ് അവസാന വർഷ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ഇംഗ്ലീഷ് മാഗസിൻ പ്രകാശനം അപർണ ദാസ് നിർവഹിച്ചു. ഐഡിയൽ കോളേജ് സപ്ലിമെന്റ് പ്രകാശനം അബ്ദുൽ മജീദ് മണ്ണിശ്ശേരി നിർവഹിച്ചു. യൂണിയൻ അഡ്വൈസർ വിപിൻ ആശംസകൾ അറിയിച്ചു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഹിഷ സദസ്സിനെ സ്വാഗതം ചെയ്തു. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി പ്രവീൺ സദസ്സിന് നന്ദി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴിയുടെ കഥകളി പാരമ്പര്യം വിളിച്ചോതുന്ന താടിയരങ്ങിന് ഡിസംബർ 24-ന് തിരിതെളിയും. സാഹിത്യകാരൻ KC നാരായണൻ താടിയരങ്ങിന്റെ സുവനീർ പ്രകാശനം ചെയ്യുന്നതോടെ പരിപാടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിനേഴി നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷമായ താടിയരങ്ങ് വൈവിധ്യമാർന്ന പരിപാടികളോടെ ഡിസംബർ 24-ന് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധ സാഹിത്യകാരൻ KC നാരായണൻ താടിയരങ്ങിന്റെ സുവനീർ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് C. ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഞാൻ കണ്ട കഥകളി എന്ന പേരിൽ ആസ്വാദകരുടെ അവലോകനവും ചേരും. വൈകുന്നേരം 6 മണിക്ക് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള അളകനന്ദ എന്ന് പറയുന്ന തിരുവാതിര കളി സംഭവം, ഇവിടെ തിരുവാതിര കളി, അതിനുശേഷം 6:30 കേളിയും, 7 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം. ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണനാണ് ഈ പരിപാടി മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. 7 മണിക്ക് കലാകേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് പുലരും വരെയുള്ള കളിയരങ്ങിൽ കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം, ചേന്നോടി, പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം രാവണോത്ഭവം, നളചരിതം, രണ്ടാം ദിവസം ബാലിവധം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകളിലെ പ്രസക്ത ഭാഗങ്ങൾ അവതരിപ്പിക്കും. ഈ ഒരു സ്ഥാപനം ഒരു ചുവന്നാടി വേഷക്കാരൻ്റെ പേരിലായതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചുവന്നാടി വേഷക്കാരെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ 2008 മുതൽക്ക് ഈ വാർഷികാഘോഷം താടിയരങ്ങ് എന്ന പേരിട്ട് തുടങ്ങുന്നത്. താടിക്കാരുടെ അരങ്ങ് എന്നാണ് ഉദ്ദേശം. അതൊരു വലിയ വിജയമായിരിക്കും. എന്നുവെച്ചാൽ ഇതിന് ഈ കഥകളിയുടെ ക്ഷേത്രത്തിൽ എങ്ങനെ സാധാരണ പണ്ഡിതോചിതമായിട്ടുള്ള ആസ്വാദനക്ഷമത വേണമെന്നൊക്കെ പറയുന്ന സങ്കല്പം നമ്മൾ മാറ്റി സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുകൂടിയുണ്ട്. അതിന് അതിൻ്റെതായ വിമർശനങ്ങളും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരു നെടുനീള കഥ, വളരെ പ്രധാനമായ കഥ അവതരിപ്പിക്കുന്നതിന് പകരം നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അതിനെ ഖണ്ഡിച്ച് ചുവന്നാടിക്ക് പ്രാധാന്യമുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുക, രോഗധർമ്മ വേഷങ്ങൾ, ആശയങ്ങളുള്ള വേഷങ്ങൾ അവതരിപ്പിക്കുക. അതിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ ആസ്വാദന ക്ഷമത കഥകളിയിലേക്ക് ആകർഷിക്കുക കൂടി ഈ താഴെയൊരു പ്രത്യേകതയാണ്. ചെർപ്പുളശ്ശേരിയിലെ വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി സ്വാമിനാഥൻ, കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി, സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ, ഖജാൻജി വി ഗോപാലകൃഷ്ണൻ, കോർഡിനേറ്റർ വി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. വടക്കൻ വെള്ളിനേഴി കാട്ടിലയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷം ശനിയാഴ്ച നടക്കും. ഉത്സവാഘോഷത്തിന് സമാപനമായിട്ടാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. ഉത്സവാഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഭദ്രദീപം കൊളുത്തി സ്റ്റേജ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കുമാരസ്വാമി ഭട്ടതിരിപ്പാട് അവർക്ക്. ശനിയാഴ്ച രാവിലെ നെയ്യഭിഷേകം, ഗണപതി ഹോമം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനം എന്നിവ ഉണ്ടാകും. തന്ത്രി NA കുമാരസ്വാമി ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് ആലുംകുണ്ടിൽ കറുപ്പനാശാൻ സ്മാരക അയ്യപ്പൻ വിളക്ക് സംഘം അവതരിപ്പിക്കുന്ന അയ്യപ്പൻ വിളക്ക് നടക്കും. പറക്കുന്ന അംഗൻവാടി പരിസരത്തേക്ക് ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയിൽ പാലക്കൊമ്പിനായി എഴുന്നള്ളിപ്പ്, തുടർന്ന് പറക്കുന്ന അംഗൻവാടി പരിസരത്ത് നിന്ന് പാലക്കൊമ്പുമായി തിരിച്ചെഴുന്നള്ളിപ്പ്, താലം, വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ട്, വെട്ടും തടവും, വാൾപ്പയറ്റ്, ഉടുക്കുപാട്ട്, തായമ്പക, കനൽച്ചാട്ടം എന്നിവ ഉണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിനേഴി നാരായണൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണം, പുഴയോരം കലാസമിതി അവതരിപ്പിച്ച വീരനാട്യം, തിരുവാതിരക്കളി, ഭൂമിക കാട്ടിലയ്യപ്പൻ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ആദിനാഥം ഭജൻസ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള, നിറമാല, ചുറ്റുവിളക്ക്, നൃത്തനൃത്യങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിൽ നടന്നു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷുക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. ലക്ഷാർച്ചന, അഷ്ടപതി, നരകാസുരവധം, കഥകളി എന്നിവ ഉണ്ടായി. നിറമാല ദിവസം കാലത്ത് 5 മണിക്ക് മഹാഗണപതി ഹോമം, കലശപൂജ, തുടർന്ന് ലക്ഷാർച്ചന, രാവിലെ 8 മണിക്ക് അഷ്ടപതി, 11-ന് കലശമാടൽ, തുടർന്ന് ഉച്ചപൂജ, വൈകുന്നേരം 6-ന് ദീപാരാധന, 6:15-ന് കഥകളി എന്നിവ നടന്നു. CCN കടമ്പഴിപ്പുറം.
ആലത്തൂർ പടി മഹല്ല് കുടുംബ സംഗമവും ദർസ് വാർഷിക സന്നദ്ധാന സമ്മേളനവും ഡിസംബർ 26-27 തീയതികളിലായി മേൽമുറി MMET സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26-ന് നടക്കുന്ന മഹല്ല് കുടുംബ സംഗമം രാവിലെ 10-ന് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഇസ്മായിൽ ഫൈസി ഓട്ടമല, മുനീർ ഹുദവി വിളയിൽ എന്നിവർ ക്ലാസ് അവതരിപ്പിക്കും. 27-ന് രാവിലെ 10-ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വിദ്യാർത്ഥി സംഗമ ഉദ്ഘാടനവും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണവും നടത്തും. വളരെ വ്യവസ്ഥാപിതമായി വിവിധ തലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ കാലങ്ങളിലും കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ദർസാണ് ആലത്തൂർ പടി മഹല്ല് ദർസ് എന്നത്. കേരളത്തിൽ കഴിഞ്ഞു പോയ ഏറെക്കുറെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ ആലത്തൂർ പടിയിൽ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ്. വാർത്താ സമ്മേളനത്തിൽ മഹല്ല് പ്രസിഡന്റ് PM അലവി ഹാജി, മഹല്ല് ഖാസി ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈസി, മഹല്ല് വൈസ് പ്രസിഡന്റ് K ലിയാവുദ്ദീൻ ഫൈസി, ട്രഷറർ PP മഹബൂബ്, റഫീഖ് നൂറേങ്ങൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അറസ്റ്റിൽ. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായിട്ടാണ് കൈക്കൂലി വാങ്ങിയത്. ചുങ്കത്തറ കോട്ടോപ്പാടം അമ്പക്കാട് നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസ് M ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായിട്ടാണ് കൈക്കൂലി വാങ്ങിയത്. വഴിക്കടവ് കാരക്കോട് കോരൻകുന്നിലുള്ള വിധവയായ നടുത്തൊടിക സുനിതയുടെ പക്കൽ നിന്നും കൈക്കൂലിയായി 20,000 രൂപ VO ആവശ്യപ്പെടുകയും ആയതിന്റെ ആദ്യ ഗഡു എന്ന നിലയിൽ 10,000 രൂപ കൈമാറി. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന സമയത്താണ് അറസ്റ്റുണ്ടായത്. CCN മലപ്പുറം. കാരാടൻ കുടുംബ സംഗമം ഡിസംബർ 24-ന് മലപ്പുറം വള്ളിക്കുന്ന് NC ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗമം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിൽ മുഖ്യാതിഥിയായി മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കും. PK കുഞ്ഞാലിക്കുട്ടി MLA, അഡ്വക്കേറ്റ് PMA സലാം, P അബ്ദുൽ ഹമീദ് MLA, KPA മജീദ്, EN മോഹൻദാസ്, ആര്യാടൻ ഷൗക്കത്ത്, ഡോക്ടർ ഹുസൈൻ മടവൂർ, P മുജീബ് റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുക്കും. 2019 ഒരു സംഗമം ഞങ്ങൾ നടത്തി. ഇതിപ്പോൾ രണ്ടാമത്തെ സംഗമമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മന്ത്രി PA റിയാസാണ്. അതോടൊപ്പം തന്നെ മറ്റതിഥികളായി PK കുഞ്ഞാലിക്കുട്ടി MLA, അഡ്വക്കേറ്റ് PMA സലാം XMLA, P അബ്ദുൽ ഹമീദ് MLA, KPA മജീദ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ, ജനറൽ സെക്രട്ടറി സമദ്, നജീബ്, PC കാരാടൻ, ഫൈസൽ, ജംഷീദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ ക്യാമ്പസ് അസംബ്ലി ശനിയാഴ്ച എടക്കരയിൽ തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ തിരഞ്ഞെടുത്ത 1000 പ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ട് 4-ന് സ്വാഗത സംഘം ചെയർമാൻ VN ബാപ്പുട്ടി ദാരിബി പതാക ഉയർത്തും. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് CKM ഷാഫി സഖാഫി അധ്യക്ഷത വഹിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ദിവസമായ ഞായറാഴ്ചയിലെ സെക്ഷനുകളിൽ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ദേവർഷോല അബ്ദുൽ സലാം മുസ്ലിയാർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, MJ ശ്രീചിത്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 5-ന് പ്രകടനത്തോടെ ക്യാമ്പസ് അസംബ്ലി സമാപിക്കും. ഈ ഒരു സമയത്ത് SSF ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം ഷെയർ ലൈക്സ് അബൈഡ് അൺലൈക്സ് എന്നാണ്. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആഹ്വാനമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും പരിപൂർണ വിശ്വാസിയാകുന്നില്ല എന്നുള്ളത്. ആ ഒരു പ്രമേയമാണ് ക്യാമ്പസ് അസംബ്ലിയോടൊപ്പം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പങ്കുവെക്കുക. SSF ജില്ലാ സെക്രട്ടറിമാരായ CP ഉസാമത്ത്, സൗഫാൻ മുതേരി, TM ഷുഹൈബ്, ഇർഫാൻ സഖാഫി, നൂഹ് P അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. അബൈഡ് കണ്ണാശുപത്രിയിലെ പ്രഗത്ഭനായ സർജൻ ഡോക്ടർ ഷാജി ഹുസൈൻ FRCS എക്സാമിനറായി നിയമിതനായി. ഡോക്ടർമാർക്ക് ആഗോളതലത്തിൽ നൽകുന്ന ഏറ്റവും ഉന്നതമായ യോഗ്യതയാണ്.
ഏറ്റവും പ്രസിദ്ധമായ ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് സർജൻസ് FRCS ഫെലോഷിപ്പിന്റെ പരിശീലകനും പരീക്ഷാ പരിശോധകനുമായി അബേദ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഷാജു ഹുസൈനെ തിരഞ്ഞെടുത്തു. FRCS ഡോക്ടർമാർക്ക് ആഗോളതലത്തിൽ നൽകുന്ന ഏറ്റവും ഉന്നതമായ യോഗ്യതയാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചികിത്സയിലും ശസ്ത്രക്രിയയിലും നേടിയവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് ഈ ബിരുദം നൽകുന്നത്. നേതൃത്വ ചികിത്സാ രംഗത്ത് നൂതനമായ സാങ്കേതിക വിദ്യകളുടെ വൈദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നൽകി പ്രവർത്തിക്കുന്ന അബേദ് കണ്ണാശുപത്രിക്ക് ലഭിച്ച നേട്ടം കൂടിയാണ് ഡോക്ടർ ഷാജി ഹുസൈനുള്ള ഈ അംഗീകാരമെന്ന് അബേദ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് A. ഷംസുദ്ദീൻ പറഞ്ഞു. ഡോക്ടർ ഷാജി ഹുസൈൻ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫിഗറായി വളർന്നിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് 100% കഴിവുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് മൂപ്പരോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് PGDBM എന്നൊരു കോഴ്സിന് അവിടെ കൊണ്ടുപോയി ചേർത്തിരുന്നു. അത് പൗതിക്ക് വെച്ച് നിർത്തി. ഓക്കെ, അതിന് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് പൗതി ചെയ്യുന്നതിലാണ് ആ മാർക്കറ്റിംഗ് ഒക്കെ വന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അത് ഫ്യൂച്ചറിലും അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇത് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പിന്നെ നമ്മുടെ ആർക്കിടെക്ട് കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. ഇത് ഈ ഒരു ഫംഗ്ഷൻ ഏറ്റവും നല്ല രീതിയിലാക്കിയ നിങ്ങൾക്ക് എല്ലാവരെയും അഭിനയിച്ചുകൊണ്ട് പ്രത്യേകമായി ഷാജിന്റെ കുടുംബത്തെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ ഇനിയും ഉയരട്ടെ. അബേദ് കണ്ണാശുപത്രിയിൽ സംഘടിപ്പിച്ച സ്വീകരണ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ A. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സഫറുള്ള, ഡോക്ടർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അമീർ പാത്താരി സ്വാഗതവും ഷെഫ് ഷാഫ് നന്ദിയും പറഞ്ഞു. ഇപ്പോൾ ബീങ് അപ്പോയിന്റഡ് ആസ് ആൻ എക്സാമിനർ ഫോർ ദി ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി, ഇത് എൻ്റെ പ്രൊഫഷണൽ കമ്പീറ്റൻസിൻ്റെ ഒരു ജെനിത് പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എക്സാമിന് വേണ്ടി പഠിച്ചെത്തുന്ന ഒരു വ്യക്തിയെ പാസ്സാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ആധികാരികമായ ഒരു റോളാണ് ഇപ്പോൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കുട്ടിയെ അസസ് ചെയ്യാൻ ഞാൻ പ്രാപ്തനായിരിക്കണം. അതേപോലെ തന്നെ എൻ്റെ നോളജും അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. CCN പെരിന്തൽമണ്ണ. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂൾ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഫാദർ ജോസഫ് ഏഴാനിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ക്രിസ്തുമസ് പപ്പായും പുൽക്കൂടും ഒരുക്കി കേക്ക് മുറിച്ചും വർണ്ണാഭമായാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. നല്ലൊരു കയ്യടി അടിച്ചിരിക്കുകയാണ്. First prize goes to Naura P of 4th B. Second prize goes to Atlan of 4th B. And third prize goes to Minha of 3rd B. Next, UP section winners. First prize goes to Fatima Swalha of 7th B. ക്രിസ്തുമസ് വേഷം ധരിച്ച് കുട്ടികളുടെ ഘോഷയാത്രയും ഉണ്ടായി. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിന് ഹെഡ് മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ മുരളി വളാംകുളം അധ്യക്ഷനായി. ചടങ്ങിൽ സ്കൂളിലെ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ക്രിസ്മസ് കരോളും നടന്നു.
PTA പ്രസിഡന്റ് ഷഹീർ അലി, MPTA പ്രസിഡന്റ് സജിത, ഷിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗിരിവാസൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷണൽ ഓഫീസർ അറസ്റ്റിൽ. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായിട്ടാണ് കൈക്കൂലി വാങ്ങിയത്. വെള്ളിനേഴിയുടെ കഥകളി പാരമ്പര്യം വിളിച്ചോതുന്ന താടിയരങ്ങിന് ഡിസംബർ 24-ന് തിരിതെളിയും. സാഹിത്യകാരൻ KC നാരായണൻ താടിയരങ്ങിന്റെ സോവനീർ പ്രകാശനം ചെയ്യുന്നതോടെ പരിപാടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷം. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലും വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ with kindness.